കൃപയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ കുഞ്ഞുമക്കൾക്കും സുഖാണല്ലോ, എല്ലാവർക്കും സന്തോഷമല്ലേ? അപ്പം നമ്മൾ 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലേക്ക് എത്തിയല്ലേ. കുഞ്ഞനുജന്മാരായിരുന്ന നമ്മൾ ചെറിയ ചേട്ടന്മാരായി മാറി. അതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഒപ്പം തന്നെ ചെറിയൊരു ദുഃഖമുണ്ടല്ലേ. നമുക്ക് പള്ളിയിൽ വരാൻ പറ്റണില്ല, ടീച്ചറെ കാണാൻ പറ്റണില്ല, കൂട്ടുകാരോടൊപ്പം ഇരുന്ന് പഠിക്കാൻ പറ്റണില്ല, കളിക്കാൻ പറ്റണില്ല. അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ടല്ലോ എല്ലാവർക്കും. പക്ഷേ മിടുക്കന്മാരായിട്ടുള്ള നിങ്ങൾ ആ ദുഃഖമൊക്കെ മാറ്റി വെച്ചോ. കാരണം ഈ വർഷം പല അധ്യാപകർ പല രീതിയിൽ പാട്ടുകളിലൂടെയും ഡാൻസുകളിലൂടെയും ആക്ഷൻ സോങ്ങുകളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോവാ. അപ്പം നിങ്ങൾ ആ ദുഃഖമൊക്കെ മാറ്റിവെച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളായിരുന്നേ. എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പാഠപുസ്തകം പരിചയപ്പെടാം. നമ്മുടെ 2-ാം ക്ലാസ്സിലെ പാഠപുസ്തകം. നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ പേരാണ് രക്ഷകനായ ദൈവം. എന്താ? ഒന്ന് ഉറക്കെ പറഞ്ഞെല്ലാവരും. എന്താ നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ പേര്? രക്ഷകനായ ദൈവം. ഈ വർഷം മുഴുവനും രക്ഷകനായ ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയാനും പഠിക്കാനും സ്നേഹിക്കാനും കുറേ കഥകളും പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് പോവാം. അപ്പം ഈശോയുടെ കുഞ്ഞുമക്കൾ റെഡി ആണല്ലോ? റെഡിയല്ലേ? ടീച്ചർ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉറക്കെ അവിടെ ഇരുന്ന് പറയണം, റെഡി ആണെന്ന് പറയണം. ഈശോയുടെ കുഞ്ഞുമക്കൾ റെഡി ആണല്ലോ? റെഡി. ടീച്ചർക്ക് കേൾക്കാനുണ്ട് കേട്ടോ നിങ്ങൾ പറയണതൊക്കെ. അപ്പം നമുക്ക് ആദ്യത്തെ പാഠത്തിലേക്ക് തന്നെ പോയാലോ? നമ്മുടെ ആദ്യത്തെ പാഠത്തിൻ്റെ പേരാണ് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ. എന്താ പേര്? ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ. അപ്പോൾ പാഠത്തിലേക്ക് പോണേറ്റ് മുമ്പ് ടീച്ചർ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങൾ ആരൊക്കെ ടൂർ പോയിട്ടുണ്ട്? ടൂറ് വിനോദയാത്ര പോയിട്ടുണ്ട്? ആരൊക്കെ പോയിട്ടുണ്ട്? കുറേ പേര് അവിടെ പറയുന്നുണ്ട്. ജോസൂട്ടി പറയണു, തോമസ് കുട്ടി പറയണു. എവിടേക്കാ പോയേക്കണേ ടൂറ്? കാഴ്ച ബംഗ്ലാവിലേക്ക് പോയിട്ടുണ്ട് എന്ന്. പിന്നെ എവിടേക്കാ പോയേക്കണേ? കാട് കാണാൻ പോയിട്ടുണ്ട്. അതെ, അവിടുന്ന് പാർക്കിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും നിങ്ങൾ ടൂർ പോയിട്ടുണ്ടല്ലേ. ഇതുപോലെ 2 കൊച്ചു മിടുക്കര് അവരുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെ ഒരു ടൂർ പോവാണ്. അപ്പോൾ അവർ ടൂർ പോയപ്പോൾ എന്തൊക്കെ കാഴ്ചകളാ കണ്ടേന്ന് നിങ്ങൾക്കറിയണ്ടേ? അവിടെ നാലൻ ഇരുന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ കാഴ്ചകളാ ടീച്ചറെ അവർ കണ്ടേന്ന് ചോദിക്കുന്നുണ്ടാലും. അപ്പം നമുക്ക് ആ കാഴ്ചകളൊന്ന് പരിചയപ്പെട്ടാലോ? ടീച്ചർ ഒരു പാട്ട് പാടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളും. നീലാകാശം ഉദിച്ച സൂര്യൻ, കാറ്റത്താടും മരച്ചില്ലകൾ, കാണാനെന്തുരസം, കാണാനെന്തുരസം, കളകളമൊഴുകും നദിതൻ ശബ്ദം, കലപില കൂടും കിളിതൻ കൊഞ്ചൽ, കേൾക്കാനെന്തുരസം, കേൾക്കാനെന്തുരസം, പീലി വിടർത്തി ആടും മയിലുകൾ, തുള്ളിച്ചാടി നടക്കും മാനുകൾ, കാണാനെന്തുരസം, കാണാനെന്തുരസം, കാടുകൾ കണ്ടു മേടുകൾ കണ്ടു വയലും വീടും എല്ലാം കണ്ടു, കാണാനെന്തുരസം, കാഴ്ചകൾ കാണാനെന്തുരസം. പാട്ട് എല്ലാവർക്കും ഇഷ്ടമായോ? ഇതിൽ അന്നയും ജോസൂട്ടിയും കണ്ട കാഴ്ചകളാണ് പറയണത്. ഓക്കെ, അങ്ങനെ ടൂറൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ അന്നയ്ക്ക് ഒരു സംശയം. അപ്പം നിങ്ങൾക്കും ഉണ്ടാവൂലേ അങ്ങനെ സംശയം? നമ്മൾ പുറത്തേക്കൊക്കെ പോയി വരുമ്പോൾ കുറേ സംശയങ്ങളുണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യുക? അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെയോ ഒക്കെ അടുത്ത് പോയിട്ട് ചോദിക്കൂ അല്ലേ. ഇതുപോലെ നമ്മുടെ അന്നയ്ക്കുണ്ടായ സംശയം അപ്പച്ചനോട് ചോദിക്കുകയാണ്. അപ്പച്ചാ, നമ്മൾ ഇന്ന് ടൂർ പോയപ്പോൾ കുറേ കാഴ്ചകൾ കണ്ടില്ലേ? ഈ കാഴ്ചകളൊക്കെ ഇത്രയും മനോഹരമായ ഈ കാഴ്ചകളൊക്കെ ഉണ്ടാക്കിയത് ആരാ അപ്പച്ചാ? എന്താ ചോദിച്ചേ? അവർ കണ്ട മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ടാക്കിയത് ആരാ? അപ്പം അപ്പച്ചൻ അവർക്ക് പറഞ്ഞു കൊടുക്കാണ്. നമ്മൾ ഇന്ന് പോയപ്പോൾ കണ്ട എല്ലാ മനോഹരമായ കാഴ്ചകളും ഒപ്പം തന്നെ നമ്മൾ കാണാത്ത കുറേ കാഴ്ചകളുണ്ട് ഇനിയും. അത്രയും മനോഹരമായ ആ എല്ലാ കാഴ്ചകളും ഉണ്ടാക്കിയത് അല്ലെങ്കിൽ സൃഷ്ടിക്കുക എന്ന് വെച്ചാൽ ഉണ്ടാക്കുക എന്നാണ് കേട്ടോ അർത്ഥം. ഉണ്ടാക്കിയത് വലിയ അപ്പച്ചനായിട്ടുള്ള നമ്മുടെ ദൈവമാണ്. ആരാ ഉണ്ടാക്കിയത്? വലിയ അപ്പച്ചനായിട്ടുള്ള ദൈവം. അപ്പം നമ്മുടെ അന്നയ്ക്ക് വീണ്ടും സംശയം. അന്നയ്ക്ക് എപ്പോഴും സംശയമാണ്. അപ്പം അന്ന വീണ്ടും ചോദിക്കുക അപ്പച്ചനോട്, അപ്പച്ചാ, ഈ വലിയ അപ്പച്ചനായിട്ടുള്ള ദൈവം ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയേ?
എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ആ അപ്പച്ചൻ എങ്ങനെയാ ഇത്രയും മനോഹരമായ ഈ കാഴ്ചകളൊക്കെ ഉണ്ടാക്കിയെന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ടാക്കിയെന്നുള്ള കഥ അറിയാനായിട്ട് നിങ്ങൾക്കും താല്പര്യമുണ്ടോ? അവിടുന്ന് മാത്തൂട്ടി പറയുന്നുണ്ട് താല്പര്യമുണ്ടെന്ന്. ടീച്ചർ പറഞ്ഞു തരാട്ടോ, ശ്രദ്ധിച്ചിരുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്താ സൃഷ്ടിച്ചേ? ആദിയിൽ ദൈവം മുകളിൽ ആകാശവും താഴെ ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെ അത് സൃഷ്ടിച്ചതിന് ശേഷം, ഉണ്ടാക്കിയതിന് ശേഷം ദൈവം ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ആലോചിച്ചപ്പോൾ ദൈവത്തിന് തോന്നി, ഞാൻ ആകാശം, നീല ആകാശമൊക്കെ സൃഷ്ടിച്ചു, പക്ഷെ ആ ആകാശത്തെ ഒന്നും കൂടി ഒന്ന് സുന്ദരമാക്കണമല്ലോ, ഒന്ന് മനോഹരമാക്കണമല്ലോ എന്ന് ദൈവം വിചാരിക്കുകയാണ്. അതിനുവേണ്ടി ആ വലിയ അപ്പച്ചൻ എന്തു ചെയ്തു എന്നറിയോ? ആകാശത്തെ മനോഹരമാക്കാനായി പകൽ വെളിച്ചം തരുന്ന സൂര്യനെ സൃഷ്ടിച്ചു. എന്താ സൃഷ്ടിച്ചേ? പകല് നമുക്ക് വെളിച്ചം തരുന്നത് ആരാ? സൂര്യൻ. എന്നിട്ട് ദൈവം ഇങ്ങനെ വീണ്ടും ആകാശത്ത് നോക്കി. അത്ര അധികം മനോഹരമായിട്ടില്ല, ഒന്നും കൂടി ഒന്ന് സുന്ദരമാക്കണം എന്ന് വിചാരിക്കുകയാണ്. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു എന്നറിയോ? രാത്രിയിൽ നമുക്ക് വെളിച്ചം തരുന്ന ചന്ദ്രനെയും, ഒപ്പം ചന്ദ്രന്റെ കൂട്ടത്തിൽ ഇങ്ങനെ കുഞ്ഞേ കുഞ്ഞേ വെളിച്ചം തരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എന്താത് ഉറക്കെ പറഞ്ഞേ. നക്ഷത്രങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. അപ്പൊ രാത്രിയിൽ നമുക്ക് വെളിച്ചം തരാനായി ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. അപ്പോൾ ആകാശത്തെ മനോഹരമാക്കാനായി ദൈവം എന്തൊക്കെ കാര്യങ്ങളാണ് സൃഷ്ടിച്ചത്? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് ദൈവം ഇങ്ങനെ ഇരിക്കുക, ഞാൻ ആകാശത്തെ ഇത്രയധികം മനോഹരമാക്കിയല്ലോ, പക്ഷെ ഭൂമിയെ ഞാനൊന്നും അത്രയധികം സുന്ദരമൊന്നും ആക്കിയില്ലല്ലോ എന്ന് ദൈവത്തിന് തോന്നുക. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു എന്നറിയോ? ഭൂമിയെ മനോഹരമാക്കാനായി ഭൂമിയിൽ സകലവിധ സസ്യജാലങ്ങളെയും സൃഷ്ടിച്ചു. കുഞ്ഞെ കുഞ്ഞെ പല നിറത്തിൽ പൂക്കളുള്ള ചെടികൾ മുതൽ വലിയ മരങ്ങൾ വരെയുള്ള എല്ലാവിധ സസ്യജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. ഏതൊക്കെ കളറുകളുള്ള പൂക്കൾ നിങ്ങൾക്കറിയാം? നിങ്ങളൊന്ന് പറഞ്ഞേ, ഏതൊക്കെ കളറുകളുള്ള പൂക്കളുണ്ട്? ചുവപ്പ്, മഞ്ഞ, നീല, അങ്ങനെ പല നിറത്തിൽ കളറുകളുള്ള പൂക്കളുണ്ട് അല്ലേ? അതൊക്കെ സൃഷ്ടിച്ച ആരാ? നമ്മുടെ പിതാവായ, നമ്മുടെ വലിയ അപ്പച്ചനായ ദൈവമാണ്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ആ വലിയ അപ്പച്ചൻ ഭൂമിയിലേക്ക് നോക്കുക. മനോഹരമൊക്കെ ആയിട്ടുണ്ട്, എന്നാൽ ഒന്നും കൂടി ഒന്ന് മനോഹരമാക്കണമെന്ന് വിചാരിക്കുകയാണ്. അതിനുവേണ്ടി എന്ത് ചെയ്തു എന്നറിയോ? സകലവിധ ജന്തുജാലങ്ങളെയും സൃഷ്ടിച്ചു. എന്താ സൃഷ്ടിച്ചേ? സകലവിധ ജന്തുജാലങ്ങളെയും സൃഷ്ടിച്ചു. എന്താ ഈ ജന്തുജാലങ്ങൾ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുമില്ലാന്നേ, നമ്മുടെ മൃഗങ്ങളുണ്ടല്ലോ, കാട്ടിലും വീട്ടിലൊക്കെയായി കാണുന്ന കുറേ മൃഗങ്ങളുണ്ടല്ലേ. ഒന്ന് പേര് പറഞ്ഞു നോക്കിയേ നിങ്ങൾക്കറിയുന്ന മൃഗങ്ങളുടെ. കാട്ടിലെ രാജാവായ ഗർജിക്കുന്ന സിംഹം, പിന്നാരാ? സൂത്രശാലിയായ കുറുക്കൻ, തുള്ളിച്ചാടി നടക്കുന്ന മാനുകൾ, അതുപോലെ തന്നെ കുറെ പക്ഷികളുണ്ടല്ലോ. പക്ഷികളുടെ പേരൊന്ന് പറഞ്ഞു നോക്കിയേ പീലി വിടർത്തിയാടുന്ന മയിലുകൾ, പിന്നെ വെളുത്ത കളറുള്ള പ്രാവുകൾ, അങ്ങനെ പല വിധത്തിലുള്ള പക്ഷികൾ. ഒപ്പം തന്നെ ഇഴഞ്ഞു നടക്കുന്ന ഇഴജന്തുക്കൾ ഉണ്ടല്ലേ, നമ്മുടെ പാമ്പ് പോലത്തെ ഇഴജന്തുക്കൾ. അതൊക്കെയാണ് ജന്തുജാലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയെ മനോഹരമാക്കാൻ ദൈവം എന്തൊക്കെ സൃഷ്ടിച്ചു? സകലവിധ ജന്തുജാലങ്ങളെയും സൃഷ്ടിച്ചു. അങ്ങനെ ദൈവം ഭൂമിയെയും മനോഹരമാക്കി. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സകലവിധ സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും ഒക്കെ സൃഷ്ടിച്ചു. പക്ഷേ എൻ്റെ രൂപത്തിലും എൻ്റെ സാദൃശ്യത്തിലും ഞാനൊന്നും സൃഷ്ടിച്ചില്ലല്ലോ, എനിക്കൊന്ന് സംസാരിക്കാൻ എൻ്റെ രൂപത്തിൽ ഞാൻ ആരെയും സൃഷ്ടിച്ചില്ലല്ലോ എന്ന് ദൈവത്തിന് തോന്നുക. അപ്പൊ ദൈവം എന്ത് ചെയ്തു എന്നറിയോ? പെട്ടെന്ന് തന്നെ ഭൂമിയിൽ നിന്ന് കുറച്ച് മണ്ണെടുത്തു കുഴച്ച് ദൈവത്തിന്റെ രൂപത്തിൽ ഒരു മനുഷ്യന് ജന്മം കൊടുക്കാണ്. ദൈവത്തിന്റെ ശ്വാസം ആ മനുഷ്യന് കൊടുത്തു. അങ്ങനെയാണ് ആ മനുഷ്യന് ജീവൻ ഉണ്ടായത്. അങ്ങനെ ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനായിരുന്നു ആദം. നമ്മുടെയൊക്കെ ഏറ്റവും ആദ്യത്തെ അപ്പച്ചനാണ് ആദം. അങ്ങനെ ആദത്തിനെ സൃഷ്ടിച്ചതിന് ശേഷം, അപ്പൊ ടീച്ചർ ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ശ്രദ്ധ പോകണ്ടെന്ന് തോന്നണേ. ടീച്ചർ ഇടയ്ക്ക് ചോദിക്കട്ടെ, നോഹിനെ ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യൻ ആരായിരുന്നു? ആദം. ഓക്കെ. അങ്ങനെ ആദം അവിടെയുള്ള എല്ലാ സസ്യജാലങ്ങളുടെ ഇടയിൽ പോയിട്ടും ജന്തുക്കളുടെ കൂടെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കാണ്. എങ്കിലും ആദത്തിന്റെ മുഖത്ത് ചെറിയൊരു ദുഃഖമുണ്ട്. അപ്പോൾ ദൈവം അത് അന്വേഷിക്കുകയാണ്. എന്താ ആദത്തിന് ഇത്ര ഒരു വിഷമം?
അപ്പോൾ ദൈവത്തിന് പെട്ടെന്ന് തന്നെ കാര്യം പിടുത്തം കിട്ടി. എന്താണെന്നറിയോ? ആദത്തിന്റെ കൂടെ കളിക്കാനും ചിരിക്കാനും ആദത്തിന് കാര്യങ്ങൾ പറയാനും ഒരു കൂട്ടില്ല. അതാണ് ആദത്തിന്റെ വലിയ പ്രശ്നം. അപ്പൊ ദൈവം ആ പ്രശ്നം പരിഹരിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനുവേണ്ടി എന്ത് ചെയ്തു എന്നറിയോ? ദൈവം ആദത്തിന് ഒരു കൂട്ടുകാരിയെ കൊടുത്തു. സംസാരിക്കാനും ചിരിക്കാനും കളിക്കാനും ഓടാനും ചാടാനും വേണ്ടി ഒരു കൂട്ടുകാരിയെ കൊടുത്തു. ആ കൂട്ടുകാരിയാണ് ഹൗവ. ആരാ? ഒന്ന് ഉറക്കെ പറഞ്ഞെല്ലാവരും. ആരാ ആദത്തിന്റെ കൂട്ടുകാരി? ഹൗവ. ആ ഹൗവയാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ അമ്മച്ചി, അമ്മ എന്ന് പറയണത്. അപ്പൊ ദൈവം സൃഷ്ടിച്ച മനുഷ്യരാണ് ആദവും ഹൗവയും. ഈ ആദവും ഹൗവയുമാണ് നമ്മുടെ ആദിമാതാപിതാക്കൾ. ആരാ? നമ്മുടെ ആദിമാതാപിതാക്കൾ. ഇനി എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ചാടി ഒന്ന് എഴുന്നേറ്റ്, മിടുക്കരായിട്ട് ചാടി എഴുന്നേറ്റ് എല്ലാവരും. ചാടി എഴുന്നേറ്റ് നിങ്ങൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് നോക്കിയേ. നിങ്ങളുടെ അപ്പച്ചനോ അമ്മിച്ചിയോ അല്ലെങ്കിൽ അപ്പാപ്പനോ അമ്മാമ്മയോ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടാവും അല്ലേ? അവരുടെ മുഖത്ത് നോക്കി ഒന്ന് ഉറക്കെ പറഞ്ഞേ, നമ്മുടെ ആദ്യ മാതാപിതാക്കളാണ് ആദവും ഹൗവയും. ഉറക്കെ പറഞ്ഞേ എല്ലാവരും. കേൾക്കാനില്ലല്ലോ, ഒന്നും കൂടി ഉറക്കെ പറഞ്ഞേ. നമ്മുടെ ആദ്യ മാതാപിതാക്കളാണ് ആദവും ഹൗവയും. മിടുക്കര്. അങ്ങനെ ദൈവം എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ഏറ്റവും അവസാനമാണ് കേട്ടോ മനുഷ്യനെ സൃഷ്ടിച്ചത്. കിട്ടിയില്ലേ എല്ലാവർക്കും? അപ്പൊ ദൈവം ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന കഥ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ കഥ ഒന്നുകൂടി കിട്ടണമെങ്കിലേ നിങ്ങളൊരു സൂത്രപ്പണി ചെയ്താൽ മതി. ഈ ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേ നിങ്ങൾ നിങ്ങളുടെ അപ്പച്ചനോടും അമ്മച്ചിയോടും പോയിട്ട് ഉൽപ്പത്തി പുസ്തകം, നമ്മുടെ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം ഉണ്ടല്ലോ, അതിൽ 1-ാമത്തെ അധ്യായം അവരോടൊന്ന് വായിച്ചു തരാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഈ കഥ മനസ്സിലാക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും സന്തോഷമായില്ലേ കഥ കേട്ടിട്ട്? അപ്പൊ ഇത്രയും മനോഹരമായ ഈ കാഴ്ചകളൊക്കെ സൃഷ്ടിച്ച ആ ദൈവത്തിനെ നമുക്കൊന്ന് സ്തുതിച്ച് ഒരു പാട്ടങ്ങോട്ട് പാടിയാലോ? പാട്ട് പാടാം അല്ലേ? പാട്ട് പാടാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടാനായിട്ട്. എല്ലാവരും എഴുന്നേറ്റ് നിന്നോ? നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ച പാട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്തോ നിങ്ങൾ. പാട്ട് ഇങ്ങനെയാണ്. കുഞ്ഞു കൈകൾ ഉയർത്തി സ്തുതിച്ചിടുവിൻ, കൈകൾ വീശി സ്തുതിച്ചിടുവിൻ, സർവലോകനാഥനാകും ദൈവത്തെ സ്നേഹമോടെ കൈകൾ കൂപ്പി വണങ്ങിടുവിൻ, സർവലോകരൊന്നു ചേർന്ന് വണങ്ങിടുവിൻ, കുഞ്ഞു കൈകൾ വിടർത്തി സ്തുതിച്ചിടുവിൻ, കൈകൾ കൊട്ടി സ്തുതിച്ചിടുവിൻ, സർവലോകനാഥനാകും ദൈവത്തെ സ്നേഹമോടെ കൈകൾ കൂപ്പി വണങ്ങിടുവിൻ, സർവലോകരൊന്നു ചേർന്ന് വണങ്ങിടുവിൻ. പാട്ട് നിങ്ങൾ പഠിച്ചതാണ് കേട്ടോ. നമ്മുടെ 1-ാം ക്ലാസ്സിൽ പഠിച്ച അതേ പാട്ട് തന്നെയാണ്. അപ്പം നമ്മുടെ പാഠം കഴിഞ്ഞു അല്ലേ? നമുക്ക് പാഠം അവസാനിപ്പിക്കാം. അതിനു മുമ്പ് നമുക്കൊരു കുഞ്ഞൊരു തിരുവചനം പഠിച്ചാലോ? പഠിക്കാം അല്ലേ? വചനം ഇങ്ങനെയാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. എന്താ? ഒന്ന് പറഞ്ഞേ. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, അവിടുന്ന് സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1-ാം അധ്യായം 27-ാം തിരുവചനം. എല്ലാവരും അടുത്ത ക്ലാസ്സിലേക്ക് ഇത് പഠിച്ചോളൂ കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ടീച്ചർ നിങ്ങൾക്ക് ആക്ടിവിറ്റി തന്നില്ലല്ലോ, വർക്ക് തന്നില്ലല്ലോ, അത് തരട്ടെ. എല്ലാവരും ചെയ്തോളൂ കേട്ടോ വർക്കൊക്കെ. വർക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ ദൈവം സൃഷ്ടിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ? കുറേ കാര്യങ്ങൾ ദൈവം സൃഷ്ടിച്ചത്. ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, മനുഷ്യരെ, മൃഗങ്ങളെ, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടുവല്ലോ. അതൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റണ പോലെ നിങ്ങളൊരു പേപ്പർ എടുത്ത് വരച്ച് കളർ കൊടുത്ത് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അപ്പം എല്ലാവരും ചെയ്യില്ലേ? ഈശോയുടെ കുഞ്ഞുമക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ.